വന്ദേ ഭാരത് ട്രെയിനിൽ വിദ്യാർത്ഥികളെ കൊണ്ട് RSSന്റെ ഗണഗീതം പഠിപ്പിച്ച സംഭവത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. BJP നാടിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും ഔദ്യോഗിക ചടങ്ങുകളിൽ RSSന്റെ ഗണഗീതം പാടുന്നതൊരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. RSSന്റെ ഗണഗീതം എങ്ങനെയാണ് ദേശഭക്തി ഗാനമാകുന്നതെന്ന് വി.ഡി. സതീശൻ ചോദിച്ചു. RSSന്റെ ഗണഗീതം RSSന്റെ വേദിയിൽ പാടിയാൽ മതിയെന്നും സർക്കാരിന്റെയും നാട്ടുകാരുടെയും ചിലവിൽ രാഷ്ട്രീയവൽക്കരണം അനുവദിക്കില്ലെന്നും സതീശൻ വ്യക്തമാക്കി. BJP നാടിനെ വീണ്ടും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഔദ്യോഗിക ചടങ്ങിൽ RSSന്റെ ഗണഗീതം കുട്ടികളെ കൊണ്ട് പാടിച്ചിരിക്കുകയാണ്. അതിനെ കുട്ടികളെ വിട്ടുകൊടുത്ത സ്കൂൾ ഏതാണെന്ന് അന്വേഷിക്കണം. അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. വർഗീയവൽക്കരണത്തിന് കുട്ടികൾ ഉപയോഗിക്കാൻ ആരാണ് തീരുമാനമെടുത്തത്? ഔദ്യോഗിക ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. RSSൽ ഗണഗീതം അവരുടെ ചടങ്ങിൽ അവർ പാടിക്കോട്ടെ. ഔദ്യോഗിക ചടങ്ങിൽ പറ്റില്ല. ഔദ്യോഗിക ചടങ്ങുകളിൽ ഒരു കാരണവശാലും പാടില്ല. സർക്കാരിന്റെയും നാട്ടുകാരുടെയും ചെലവിൽ രാഷ്ട്രീയവൽക്കരണം അനുവദിക്കില്ല. ഗണഗീതം ദേശഭക്തി ഗാനമൊന്നുമല്ലല്ലോ. RSSൽ ഗണഗീതം എങ്ങനെയാണ് ദേശഭക്തി ഗാനമാകുന്നത്? ജനഗണമനയെയും വന്ദേമാതരവുമൊക്കെയാണ് ഔദ്യോഗികമായി അംഗീകരിച്ച ദേശഭക്തി ഗാനങ്ങൾ. RSSന്റെ ഗണഗീതം RSSന്റെ പരിപാടിയിൽ പാടിയാൽ മതി. കുട്ടികൾ നിഷ്കളങ്കമായി അങ്ങ് പാടിയല്ലോ. ആരെങ്കിലും അതിന് പിറകിൽ പ്രവർത്തിച്ചാലല്ലേ പാടുകയുള്ളൂ. മാത്രമല്ല, കുട്ടികൾ നിഷ്കളങ്കമായി പാടിയ പാട്ട് റെയിൽവേ എന്തിനാണ് പങ്കുവച്ചത്? വിവാദമായപ്പോൾ ഡിലീറ്റ് ചെയ്ത് രണ്ടാമത് വാശിയോട് വീണ്ടും പങ്കുവച്ചത്. ഇതൊന്നും ശരിയല്ല. അത് ശക്തമായി എതിർക്കും, വി.ഡി. സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപ് CPIMനും LDFനും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സർക്കാർ ചെലവിൽ ഒരു സ്ക്വാഡ് രൂപീകരിക്കുന്നതായി അറിഞ്ഞെന്നും അതിനെ അതിശക്തമായി എതിർക്കുകയാണെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. നിങ്ങൾക്ക് പാർട്ടി പ്രവർത്തനം നടത്തണമെങ്കിൽ ആവാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ സർക്കാർ ചെലവിൽ, നാട്ടുകാരുടെ ചെലവിൽ സ്ക്വാഡ് ഉണ്ടാക്കി സർവേ എന്ന പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല. കേരളം കടത്തിന്റെ കാണാക്കയത്തിലേക്ക് ആഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. കടം വാങ്ങി സംസ്ഥാനം മുടിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ വേണ്ടി സർക്കാരിന്റെ പേരിൽ നവകേരള സർവേ എന്ന പേരിൽ സർവേ നടത്താൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി സർക്കുലർ കൊടുത്തിരിക്കുകയാണ്. എല്ലാം പാർട്ടിക്കാരെ വെച്ച് വേണമെന്ന്, പാർട്ടിക്കാരെ വെച്ച് അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ അത് പാർട്ടി ചെലവിൽ സമ്മതിക്കില്ല. നാട്ടുകാരുടെ പണമെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതിനെ ശക്തമായി എതിർക്കും, വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. അതെ, സൗമ്യമുള്ള കാലത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? ആ ബ്രോക്കർ ഇന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കുന്നു. അവളുടെ ആ കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിരുന്നു. അതെങ്ങനെ? റിച്ച് വാലി ടൂറിസിൽ നമ്മുടെ മോളുടെ ഭാവി സുരക്ഷിതാണ്. ആഹാ, ഞാൻ മനസ്സിൽ കണ്ടു, നിങ്ങൾ മാനത്ത് കണ്ടു അല്ലേ? ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേകാൻ ഞങ്ങളുണ്ട്. ചെറിയ നിക്ഷേപത്തിലൂടെ വലിയ സമ്പാദ്യം. റിച്ച് വാലി ടൂറിസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പേർഷ്യൻ ടവേഴ്സ്, പുളിയോരം, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 048720808556. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.